ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് കസാൻഡ്ര നോവ. ആ പടത്തിൽ തന്നെ പ്രൊഫസർ എക്സിൻ്റെ ട്വിൻ സിസ്റ്റർ ആണെന്ന് പുള്ളിക്കാരത്തിനെ പറഞ്ഞിട്ടുണ്ടാവും. സോ ആ ക്യാരക്ടറിൻ്റെ ഒരു ഫുൾ ഒറിജിനാണ്, കോമിക് ഒറിജിനാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി കസാൻഡ്ര നോവ എന്ന് പറയുന്നത് തന്നെ ഒരു ഏലിയനാണ്. മൊമഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഏലിയൻ സ്പീഷീസാണ്. അങ്ങനെ അഫ്കോഴ്സ് അവൾ ഈ വേൾഡ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു ഫൈറ്റിൽ, നമ്മുടെ എക്സ്പെൻസ് ആയിട്ടുള്ള ഫൈറ്റിൽ തോക്കാണ്. അവളുടെ ബോഡി തന്നെ ഡിസ്മാൻഡിലായി നശിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള അവളുടെ ബോഡിയിൽ നമ്മുടെ ജീൻ ഗ്രേ അവളുടെ മെമ്മറീസ് എല്ലാം അനലൈസ് ചെയ്യാണ്. അവൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്ത്, എങ്ങനെയാണ് വന്നതെന്നൊക്കെയുള്ള അവളുടെ ഒറിജിൻ നോക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾ മൊമഡ്രോയിഡ് എന്ന് പറയുന്നത് ഏലിയൻ സ്പീഷീസാണ്, ഒരു പാരസൈറ്റിനെ പോലുള്ളത്. അങ്ങനെ നമ്മുടെ ചാൾസ് സേവിയറിൻ്റെ അമ്മ ഷാരോൺ സേവിയർ ചാൾസ് സേവിയറിനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഈ പാരസൈറ്റായിട്ടുള്ള കസാൻഡ്ര നോവയും ആ വയറ്റിൻ്റെ എഗ്ഗിൻ്റെ ഉള്ളിൽ കയറി പറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ചാൾസ് സേവിയറിൻ്റെ ഒരു ട്വിന്നായിട്ട് ഈ എഗ്ഗും വളരുവാണ്. അങ്ങനെ ഈ കസാൻഡ്ര നോവ ഒരു ഹ്യൂമൻ ബോഡി, നമ്മുടെ ചാൾസ് സേവിയറിൻ്റെ DNA ഒക്കെ കോപ്പി ചെയ്തിട്ട് പുള്ളിയുടെ തന്നെ ഒരു ഈവിൾ ട്വിന്നായിട്ട് മാറുകയാണ്. അങ്ങനെ ഈ പാരസൈറ്റ് ഇപ്പോൾ നമ്മുടെ കസാൻഡ്ര നോവ ചാൾസ് സേവിയറിൻ്റെ DNA എല്ലാം കോപ്പി ചെയ്തിട്ടുണ്ട്. തന്നെ പുള്ളിയുടെ എല്ലാ മ്യൂട്ടൻ പവേഴ്സും ഇപ്പോൾ ഇവക്കുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു കുഞ്ഞായിട്ട് ഫോം ആയപ്പോൾ തന്നെ കണ്ണ് തുറന്നിട്ട് ഇവളുടെ ട്വിന്നായിട്ടുള്ള നമ്മുടെ ചാൾസ് സേവിയറിനെ അംബലിക്കസ് കോഡ്, അതായത് ആ പൊക്കിൾ കൂടി ചുറ്റിയിട്ട് കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചാൾസ് സേവിയർ, ആ കൊച്ചായിട്ടുള്ള ചാൾസ് സേവിയർ ഇവിടെ ഒരു ഈവിളാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പുള്ളിയുടെ പവേഴ്സ്, മ്യൂട്ടൻ പവേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടുന്ന് തന്നെ പുള്ളിനെ അവളെ കൊന്നുകളയാണ്. അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് പുള്ളിയുടെ അമ്മേനെ തന്നെ എഫക്റ്റ് ചെയ്തിട്ട് ആ മൊത്തം ഗർഭവും ഇല്ലാതാവാണ്. നമ്മുടെ ചാൾസ് സേവിയർ മാത്രം ജനിച്ചിട്ട് മറ്റേ ആ കുഞ്ഞ് ഇല്ലാതെ ഒരു ജീവമില്ലാത്ത ജഡമായിട്ട് ജനിക്കുകയാണ്. പക്ഷേ ആക്ച്വലി ഈ കസാൻഡ്ര നോവ മരിച്ചിട്ടില്ലായിരുന്നു. അതായത് ഇത് ഓൾറെഡി ഒരു പാരസൈറ്റ് ആണല്ലോ ഈ പെണ്ണുമ്പിള്ള. ആക്ച്വലി ഈ പാരസൈറ്റ് എന്ന് പറയുന്ന ഈ കസാൻഡ്ര നോവ ഒരു ലിവിങ് ഇമോഷണൽ എനർജിയാണ്. മരിച്ചെന്ന് അവളുടെ ഹ്യൂമൻ ബോഡിയാണ് ആ കുഞ്ഞായിട്ടുള്ള നമ്മുടെ ചാൾസ് സേവിയർ കൊന്നത്. പക്ഷേ ആ എനർജി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മുടെ ചാൾസ് സേവിയറിൻ്റെ കൂടെ തന്നെ പുറത്ത് വരികയാണ്. പിന്നീട് പുള്ളിക്കാരത്തി അവൾക്കൊരു ബോഡി കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മുടെ ചാൾസ് സേവിയറിനെ ഒരു വില്ലനായിട്ട് കണ്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റിലാണ് പുള്ളിക്കാരത്തി തോറ്റിട്ട് പുള്ളി ഡിഫീറ്റായിട്ട് ആ മെമ്മറീസാണ് ഇപ്പോൾ നമ്മുടെ ജീൻ ഗ്രേ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വന്തം അനിയത്തിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. കാരണം നാച്ചുറലി ഉണ്ടായതല്ല, ഒരു പാരസൈറ്റ് പർപ്പസ്ഫുള്ളി പുള്ളിക്കാരുടെ അമ്മയുടെ എഗ്ഗിൽ നാച്ചുറലി അല്ലാതെ വന്ന് ജനിച്ചിട്ടുള്ള ഒരു ട്വിന്നാണ്. പക്ഷേ മൂവിയിൽ ഇങ്ങനെ അല്ലായിരിക്കും. മൂവിയിൽ നമ്മുടെ ചാൾസ് സേവിയറിൻ്റെ കൂടെ തന്നെ ജനിച്ചിട്ടുള്ള ഒരു നോർമൽ ട്വിന്നായിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത്.